നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്തെങ്കിലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങിലേക്ക് നിങ്ങളെവരെയും ഔദ്യോഗികമായി തന്നെ സ്വാഗതം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ for an official welcome speech, I would like to invite Father Prince Parathanal CMI to the stage. തൊടുപുഴ ഉപാസന. ഉപാസന എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തിരിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അടുത്തിരിക്കാനുള്ള ഒരിടമാണ് ഉപാസന. ഈ അടുത്തിരിക്കാനുള്ള ഇടം ഇവിടെ സംജാതമായിട്ട് ഇവിടെ രൂപപ്പെട്ടിട്ട് 40 കൊല്ലം തികയ്ക്കുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പ്രസക്തി പതിയെ പതിയെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഉപാസന ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ CMI സഭയിലുള്ള വൈദികരുടെ പ്രവർത്തനങ്ങൾ മൂലവും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപാസകരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ 40 കൊല്ലം ഉപാസന സാംസ്കാരിക കേന്ദ്രത്തെ കൈപിടിച്ച് നടത്തിയ ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ പ്രണാമത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. മരണമടഞ്ഞ ബഹുമാനപ്പെട്ട ആൽബർട്ട് നമ്പ്യാപറമ്പിൽ അച്ഛൻ, ഇതിൻ്റെ ദീർഘകാലം സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്ത ME ജോൺ സാർ എന്നിവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ കൂപ്പുകൈകളോടെ ഈ ഒരു സ്വാഗത പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമേ തന്നെ സർവേശ്വരന് നന്ദി പറയുകയാണ്. 40 കൊല്ലം ഈ ഒരു സ്ഥാപനത്തെ ഇങ്ങനെ നയിച്ചതിനും ഈ ഒരു ദേശത്തിൻ്റെ കിടാവിളക്കായി ഈ ദേശത്തിൻ്റെ സാംസ്കാരിക മുഖമായി ഇങ്ങനെ നിലനിർത്തുന്നതിനും ദൈവത്തിന് നന്ദി പറയുകയാണ്. ഉപാസനയായിട്ട് നിലകൊള്ളുന്നത് ഇവിടെയുള്ള ഉപാസകരുടെ സാന്നിധ്യം കൊണ്ടാണ്. നിങ്ങളെ ഓരോരുത്തരുടെയും സാന്നിധ്യമാണ് ഉപാസനയാക്കുന്നത്. ഏറെ ഹൃദയപൂർവ്വം, ഒരുപാട് ദീർഘിപ്പിക്കാതെ ഇവിടെ സന്നിഹിതരുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം അരുളുകയാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മീറ്റിങ്ങിനിടയ്ക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളുടെ, നമുക്കറിയാം ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഒരുക്കിയിരിക്കുന്ന കലാപരിപാടികളുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. അതുപോലെ തന്നെ ചില പുസ്തകങ്ങളുടെയും സ്മരണികയുടെയും ഒക്കെ പ്രകാശനമുണ്ട്. നിങ്ങളുടെ സജീവ സാന്നിധ്യം അവസാനം വരെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായ പ്രിയബഹുമാനപ്പെട്ട ആന്റണി ഉര്യാനിക്കൽസൻ മറന്നുപോയി. ആന്റണി ഉര്യാനിക്കൽസനാണ് ഇന്നത്തെ ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആന്തം അച്ഛനാണ്. നമുക്കറിയാം, കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വളരെയധികം പ്രസിദ്ധനായിട്ടുള്ളൊരു സംഗീതജ്ഞനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഉപാസനയുടെ ആന്തം ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസ് പോളിക്കൽ സാർ എഴുതി ആന്റണി ഉര്യാനിക്കൽ അച്ഛൻ സംഗീതം നൽകിയ ആ പാട്ട് നമ്മൾ ഇവിടെ നിന്ന് പാടും. അത് ഉപാസനയുടെ ഒരു ആന്തമായിട്ട് തുടർന്ന് വർഷങ്ങളിൽ അത് നിരന്തരം ആലപിക്കപ്പെടും. ഏറെ സ്നേഹത്തോടുകൂടി ആന്റണി അച്ഛനെ ഈ ഒരു സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you so much, Father, for such a warm welcome to each one of us. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ അധ്യക്ഷൻ ആയിരിക്കുന്നത് ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ CMI. അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ 40 വർഷം റൂബി ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ജനകീയ പ്രതിനിധി ശ്രീ PJ ജോസഫ് MLA അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഇവിടെ വേദിയിലായിരിക്കുന്ന ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ പ്രിൻസ്, മുൻ ഡയറക്ടർ ഫാദർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ, ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന GG K ഫിലിപ്പ്, ജനപ്രതിനിധിയായിട്ടുള്ള ഗോവിൻ സർ, ചികിത്സ ടീച്ചർ, ഇവിടെ വേദിയിൽ സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഉപാസനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ഡോക്ടർ സാബു വർഗീസ്,
പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹമുള്ളവരെ, തൊടുപുഴയുടെ സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിനും സാമുദായികമായിട്ടുള്ള ഐക്യത്തിനും കലാ സാഹിത്യ രംഗത്തെ വളർച്ചയ്ക്കുമൊക്കെ നിദാനമായി കഴിഞ്ഞ 40 വർഷക്കാലം ചിത്രകമായിട്ടുള്ള നേതൃത്വവും സേവനവും ഉപാസന എന്ന സാംസ്കാരിക കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. ഈ ഉപാസന സാംസ്കാരിക കേന്ദ്രം വരും നാളുകളിൽ നമ്മുടെ ഇന്നത്തെ സാംസ്കാരികമായിട്ടുള്ള വളർച്ചയ്ക്കും മുന്നോട്ടുള്ള പുരോഗതിക്കുമൊക്കെ നിദാനമായി സജീവ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് എല്ലാ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ഈ റൂബി ജൂബിലി പരിപാടിയിൽ വന്ന് പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ പങ്കാളിത്തം ഇനിയും സജീവമാക്കുവാനായിട്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. റൂബി ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമുക്കിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ ജിജി കെ ഫിലിപ്പ് അവർകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിച്ചു. ഉപാസനയുടെ റൂബി ജൂബിലി ആഘോഷവും സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ റവറൻ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ, സ്വാഗതം ആശംസ ഫാദർ പ്രിൻസ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അധികം വൈകാതെ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മുൻ മന്ത്രിയും തൊടുപുഴയുടെ MLA-യുമായ പി ജെ ജോസഫ് സാർ, ഈ ചടങ്ങിലേക്ക് 100 കിലോമീറ്ററിലേറെ സഞ്ചരിച്ച് എന്നെ എത്താൻ പ്രേരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മനുഷ്യസ്നേഹിയുമായ സാബ് സാറ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, കന്യാസ്ത്രീകൾ, ഗുരുക്കന്മാർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ചത് ഉപാസന എന്ന വാക്കിനർത്ഥം അടുത്തിരിക്കുക എന്നാണ്. അകറ്റി നിർത്താനും അകറ്റിയിരുത്താനും ബോധപൂർവമായ പരിശ്രമം ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതിനിടയിൽ അടുത്തിരുത്താനുള്ള പരിശ്രമം നടക്കണമെങ്കിൽ അതിന് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് സാംസ്കാരിക സംഘടനകളും സംസ്കാരവുമായിരിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ഇപ്പോഴത്തെ ലോകം ആൽഫ കിഡ്സുകളുടേതാണ്. ആൽഫ കിഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ അതിലേക്ക് വിവരിക്കുന്നില്ല. സിമ്പതിയും എമ്പതിയും സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ലാതെ എല്ലാം യാന്ത്രികമായി ഒരു ഓൺലൈൻ ലൈഫ്, ഫോണും മൊബൈലും ഒക്കെയായി കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ചിലവഴിക്കുന്ന കുട്ടികളുടെ കണ്ണീര് എന്താണെന്ന് തിരിച്ചറിയാതെ, വേദന എന്താണെന്ന് തിരിച്ചറിയാത്ത കുട്ടികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സംസ്കാരം, മഹത്വം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കപ്പെടും എന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി നല്ല മനുഷ്യരാകാൻ, നമുക്ക് കുറച്ചുകൂടി നല്ല ഭാഷ സംസാരിക്കാൻ, നമുക്ക് കുറച്ചുകൂടി ആളുകളെ ചേർത്ത് പിടിക്കാൻ, നമുക്ക് കുറച്ചുകൂടി ആളുകളെ ഒപ്പം ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും സംസ്കാരം ഉണ്ടാവും. ഏത് സാഹചര്യത്തിലും മാന്യമായി പെരുമാറാൻ കഴിയുക, മാന്യമായി വർത്തമാനം പറയാൻ കഴിയുന്നത് സംസ്കാരമുള്ളവരാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിനിടയിൽ വിചാരണ കോടതി ലൂയി 16 തൂക്കിക്കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻറ്റോനൈറ്റിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിൽ അവർ അല്പം പോലും കൂസാതെ തലയെടുപ്പോടുകൂടി പതറാതെ ഇരുന്ന് ആ വാഹനത്തിൽ പോവുകയാണ്. മരണത്തിലേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് അവർക്കറിയാം. പക്ഷെ അവർ പതറിയിട്ടില്ല. വണ്ടിയിൽ നിന്ന് ആ തൂക്കുമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇറക്കുമ്പോൾ തൂക്കിക്കൊല്ലാൻ കാത്തു നിൽക്കുന്ന ആളിൻ്റെ കാലിൽ അറിയാതെ മേരി ഒന്ന് ചവിട്ടി പോകുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം മരണമാണ്.
ആ സ്ത്രീ തിരിഞ്ഞു നിന്ന് തന്നെ കൊല്ലാൻ പോകുന്നവനോട് പറയുന്നൊരു കാര്യമുണ്ട്, സോറി, ഞാൻ അറിയാതെ ചവിട്ടിപ്പോയതാണ്. അതാണ് സംസ്കാരം, അതാണ് മാന്യത. അങ്ങനെ പെരുമാറാൻ നമുക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിക്കേണ്ടതുണ്ട്. മറ്റെന്ത് സംഘടനകളും ഉണ്ടായിക്കോട്ടെ, നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിൻ്റെ വളർച്ചയും ഒരു പക്ഷേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകൻ എബ്രഹാം ലിങ്കണൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ മത പ്രഭാഷകനെ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും എക്കാലത്തും ഇഷ്ടമുണ്ടായിരുന്ന ആൾ മാർട്ടിൻ ലൂതർ കിങ് ആയിരുന്നു. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകർ അല്ലെങ്കിൽ സംസ്കാരം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സമൂഹത്തെ കുറെ കൂടി ശുദ്ധീകരിക്കുന്ന, സ്നേഹസമ്പന്നമാക്കുന്നതാണ്, മാന്യമായി പെരുമാറാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ മേരിയുടെ ഒരു സംഭവം പറഞ്ഞു. സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ അൾജീരിയൻ വംശജനും ഫ്രഞ്ചുകാരനുമായി തീർന്ന, ഫ്രഞ്ച് പൗരനുമായി തീർന്ന ആൽബർട്ട് കാമുവിന്റെ സുപ്രസിദ്ധമായ കൃതി പ്ലേഗാണ്. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു കൃതിയാണ് പതനം, ദ ഫോൾ എന്ന ബുക്ക്. ആ ബുക്കിലെ രണ്ട് കാര്യങ്ങൾ, സംസ്കാരമില്ലാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധം നടക്കുന്ന തൻ്റെ രാജ്യത്തൊരമ്മ തൻ്റെ ഇരട്ട കുട്ടികളായ 20 വയസ്സുള്ള ചെറുപ്പക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭയന്ന് ഒരു തെരുവിലൂടെ, വഴിയിലൂടെ നടക്കുമ്പോൾ പട്ടാളം മുന്നിൽ വന്നിട്ട് വളരെ വിനയത്തോടുകൂടി അതിലെ മേജർ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവളെ, ഇതിൽ ഏത് കുട്ടിയാണ് നിനക്ക് വേണ്ടത്? ഇതിലാരെയാണ് ഞങ്ങൾ വെടിവെച്ച് കൊല്ലേണ്ടത്? ഒരമ്മയോട് ചോദിക്കുകയാണ്. എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നറിയാതെ കുഴങ്ങുന്ന അവരുടെ മുന്നിൽ അല്പനേരം നിന്നതിന് ശേഷം അതിലൊരു കുട്ടിയെ ബലമായി പിടിച്ച് അടുത്ത റോഡിന്റെ വളവിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. പിന്നെ കേൾക്കുന്നത് വെടിയൊച്ചയും നിലവിളിയുമാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ മേരി എന്ന് പറയുന്ന സ്ത്രീ സൃഷ്ടിച്ച സാംസ്കാരിക പരിസരത്ത് നിന്ന് എത്രയോ വിഭിന്നമാണ്. അതേ ഗതിയിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ ലോകത്തെ വെറുക്കാത്ത, തൻ്റെ എല്ലാ അധ്വാനം കൊണ്ട് നേടിയ ഒരു കൊച്ചു വീടും അതിൻ്റെ ഉദ്യാനവും എല്ലാ സൗകര്യങ്ങളോടും കഴിയുന്ന ഒരു സാധു മനുഷ്യൻ ആ പൂന്തോട്ടത്തിന്റെ മുന്നിൽ ഒരു ബോർഡ് എഴുതി വയ്ക്കുകയാണ്. ഈ പൂന്തോട്ടവും വീടും, ഈ വീട്ടിലുള്ള വീഞ്ഞും അപ്പവും എല്ലാം, കിടക്കകളെല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് വരാം, ഇവിടെയുള്ളതെല്ലാം യഥേഷ്ടം അനുഭവിക്കാം എന്ന ബോർഡും വെച്ച് ആ വീട്ടിൽ താമസിക്കുന്നവരാണ്. അവിടെയും യുദ്ധം നടക്കുന്ന രാജ്യമാണ്. അവിടെയും കയറി വരുന്നത് സൈനികരാണ്. അവർ ഒരാഴ്ചയോളം അവിടെ സുഖലോലുപതയിൽ കഴിഞ്ഞതിന് ശേഷം പൂക്കളെയും പറിച്ചു കളഞ്ഞ് പൂന്തോട്ടവും നശിപ്പിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടുടമസ്ഥന്റെ വയറ് കുത്തിക്കീറി കുടൽമാല പുറത്തിട്ടിട്ട് പോകുന്നു. അതും ഞാൻ പറഞ്ഞ അതേ പുസ്തകത്തിലാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കി. നമുക്ക് സംസ്കാര സമ്പന്നമായ ഒരു വ്യവസ്ഥിതിക്ക് അത്തരത്തിൽ പെരുമാറാൻ കഴിയില്ല. അധികാരം പലപ്പോഴും നിലനിർത്താനുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുമ്പോൾ സംസ്കാരത്തെ ഒരു പെട്ടിയിലടച്ചു വെക്കുകയാണ് പതിവ്. സംസ്കാരം നമുക്ക് പലപ്പോഴും വേണ്ടാത്തതാണെന്ന് തോന്നിയേക്കാം. പക്ഷെ സംസ്കാരത്തിനും കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും മാത്രമേ ഒരു സമൂഹത്തെ മുന്നോട്ട് അനന്തമായി നയിക്കാൻ കഴിയുള്ളൂ. ബാക്കിയൊന്നും ശാശ്വതമാണെന്ന് പറയാൻ കഴിയില്ല. സംസ്കാര സമ്പന്നനായ മനുഷ്യന്റെ വാക്ക്, അവന്റെ പെരുമാറ്റം, അവന്റെ നോട്ടം, അതിൽ പോലും കനിവുണ്ട്, ചേർത്ത് പിടിക്കലുണ്ട്. നിങ്ങൾക്കറിയുമോ, എൻ്റെ രാജ്യം മഴവില്ലുകളുടെ രാജ്യമാണ്, എൻ്റെ രാജ്യം ഇന്ത്യ എൻ്റെ രണ്ടാമത്തെ രാജ്യമാണെന്ന് പറഞ്ഞ കറുത്തവർഗക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നെൽസൺ മണ്ടേല എന്നാണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ഒരു വൈകുന്നേരം ഒരു കഫേയിലേക്ക് കോഫി കുടിക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അല്പം അകലെയായി നന്നായി പ്രായം ചെന്നൊരു മനുഷ്യനിരിപ്പുണ്ട്. അയാള് മണ്ടേലയെ കണ്ടപ്പോൾ കുനിഞ്ഞ് താഴേക്ക് നോക്കിയിരിക്കുകയാണ്. അയാളുടെ കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട്. മണ്ടേല അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു സങ്കോചവും കാണിക്കാതെ ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചു. അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി. വീണ്ടും വിളിച്ചു, വന്നു, അടുത്തിരുന്നു. ഇരിക്കാൻ പറഞ്ഞ് 2-3 തവണ പറഞ്ഞതിന് ശേഷമാണ് ആ മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കോഫി കൊടുത്തു. കുടിക്കാനെടുത്തിട്ട് കൈ വിറയ്ക്കുന്നത് കൊണ്ട് അയാൾക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എങ്കിലും അയാൾ കുടിച്ചു. പൊയ്ക്കോട്ടെ സാർ എന്ന് ചോദിച്ച് എഴുന്നേറ്റ് പോയി. അപ്പോൾ മണ്ടേലയുടെ സെക്രട്ടറി ചോദിച്ചു, ആരാണ് അയാൾ, എന്തിനാണ് അയാൾക്ക് കോഫി വാങ്ങിക്കൊടുത്തത്, അദ്ദേഹം എന്തിനാണ് ഭയപ്പെട്ടത്? അപ്പോൾ മണ്ടേല പറഞ്ഞൊരു ഉത്തരമുണ്ട്, ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്നെ ഏറ്റവും മൃഗീയമായി ശിക്ഷിച്ച, അടിച്ച മനുഷ്യൻ ഇയാളൊരു പോലീസുകാരനായിരുന്നു. നമ്മളെ വല്ലാതെ ദ്രോഹിച്ച, ഒരു നിമിഷം നമ്മുടെ പ്രാണൻ അറ്റുപോകുമെന്ന തോന്നലിലേക്ക് പോലും നമ്മളെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ മൃഗീയമായി പീഡിപ്പിക്കുന്ന ഒരാളിനോട് പോലും ക്ഷമിക്കാൻ കഴിയുന്ന മണ്ടേലയുടെ ഉള്ളിൽ അപ്പോഴുണ്ടായിരുന്നത് സാക്ഷാൽ ക്രിസ്തുവാണ്. അത് സംസ്കാരമാണ്. അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അത് തന്നെയാണ് ബഷീർ പറഞ്ഞത്. ഒരിക്കൽ MD വാസുദേവൻ നായർ തന്റെ വീട്ടിലേക്ക്, ബഷീറിന്റെ വീട്ടിലേക്ക്, തലയോലപ്പറമ്പിലുള്ള വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ മകളെ ഓടിച്ചിട്ട് വെട്ടാൻ ചെല്ലുകയാണ് ബഷീർ. എന്തിനാണ് മകളെ വെട്ടാൻ ചെല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ മകള് പറഞ്ഞ കഥയാണ് രസകരമായി തോന്നിയത്. വീടിന്റെ
മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ കയറി ആ പൂക്കളെ കാർന്നു നിന്ന പുഴുക്കളെ എടുത്തു കളഞ്ഞതിന് നിന്നോട് ആര് പറഞ്ഞതിനെ എടുത്തു കളയാൻ? ആ പുഴുക്കൾക്ക് കൂടി ഉള്ളതല്ലേ ഈ പൂക്കൾ എന്ന് ചോദിച്ച വിഷയം. അങ്ങനെ മനുഷ്യന് മാത്രമല്ല സകല ജീവികളോടും സ്നേഹവായ്പോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നത്. അതിന് മത സംഘടനകളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മാത്രം പോരാ. നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരിക സംഘടനകൾ ഉണ്ടാവണം. ഈ കേരളത്തിന്റെ വളർച്ചയിൽ സാംസ്കാരിക സംഘടനകൾക്കും കലാസംഘടനകൾക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ എല്ലാ കുഗ്രാമങ്ങളിലും വായനശാലകൾ ഉണ്ടായിരുന്നു. ആ വായനശാലകളിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് വായിക്കുന്നവരും പുസ്തകം തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പോകുന്നവരുടെ കാഴ്ച തന്നെ 70കളിലെ സിനിമകളിൽ എത്രയോ സമ്പന്നമായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് 70കളിലെ സിനിമകളിൽ പുസ്തകം കൊണ്ട് നടക്കുന്ന കുട്ടികൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സിനിമകളിൽ മതിലിലും വീട്ടിലും ഇരുന്ന് ബെഡ്റൂമിലിരുന്ന് ഫോണിൽ 2 കൈ കൊണ്ടും ടൈപ്പ്റൈറ്റർ മെഷീനിൽ പ്രിന്റ് ചെയ്യുന്ന വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്ന കുട്ടികളെയാണ്, ആൽഫ കിഡ്സുകളെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ സാംസ്കാരിക സംഘടനയുടെ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പ്രാർത്ഥന, ഉപാസനയും ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്ന സാംസ്കാരിക പ്രവർത്തനം ഒരു പ്രാർത്ഥനയാണ്. സംസ്കാരം തന്നെ ഒരു പ്രാർത്ഥനയാണ്. ലോകത്തിലെ വിചിത്രമായ 2 പ്രാർത്ഥനകൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരിക്കലും. നിങ്ങൾക്കറിയാം, ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ OP എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യൻ, ആറ്റം ബോംബ് കണ്ടുപിടിച്ച മനുഷ്യൻ. അദ്ദേഹത്തെ 62ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അമേരിക്കക്കാരനാണ്. ആ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പലതവണ അമേരിക്കൻ ഭരണകൂടം വിചാരണ ചെയ്തിരുന്നു. ആറ്റം ബോംബിന്റെ സാങ്കേതിക വിദ്യ റഷ്യക്ക് ചോർത്തി കൊടുത്തു എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അത് ശരിയല്ല എന്ന് തെളിഞ്ഞു. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനൊന്നും കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം ക്യാൻസർ ബാധിതനായി മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ ആറ്റം ബോംബ് നിർമ്മിച്ച് കിട്ടുന്ന യുദ്ധം നടക്കുന്ന സമയത്ത് ലെസി ഗ്രോവ്സ് എന്ന് പറയുന്ന ആളാണ് അമേരിക്കൻ സർവ്വസൈന്യാധിപൻ. ലെസി ഗ്രോവ്സിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മളെയൊക്കെ ഞെടുക്കുന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹം എല്ലാ ദിവസവും ആറ്റം ബോംബ് നിർമ്മിച്ച് കിട്ടിയില്ല, യുദ്ധം നടക്കുകയാണ്. അദ്ദേഹം എല്ലാ ദിവസവും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് ആറ്റം ബോംബിന്റെ നിർമ്മാണം തീരുന്നതിന് മുമ്പ് യുദ്ധം തീരരുതേ എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുടെ കൊല്ലാനുള്ള അവസരം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ ആള് ലെസി ഗ്രോവ്സ് എന്ന് പറയുന്ന സർവ്വസൈന്യാധിപനെ. ബഹുമാനപ്പെട്ട ജോസഫ് സാർ വേദിയിലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് പ്രസംഗം നിർത്തും. ഒരുപക്ഷെ ഞാൻ ഓപ്പൺഹൈമറെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു പേര് വന്നിട്ടുണ്ടാവും. ദേവന്മാരുടെ ലോകത്ത് നിന്ന് അഗ്നി മോഷ്ടിച്ച് മനുഷ്യർക്ക് കൊടുത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട പ്രൊമിത്യൂസ് ഒരു ഞൊടിയുടെ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലൂടെ വന്നു പോയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ 2 പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ജോസഫ് സാർ വന്നത്. ഇനി 2ാമത്തെ പ്രാർത്ഥന കൂടി പറയാം. 2ാമത്തെ പ്രാർത്ഥന എറണാകുളംകാരി ഒരു സ്ത്രീയുടേതാണ്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പ്രാർത്ഥന പോലെ അത്ര ഗൗരവമുള്ള ഒരു പ്രാർത്ഥനയല്ലത്. പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ ഒരു വല്ലാതെ രസത്തിലേക്ക് എത്തിക്കുകയും ചെയ്തൊരു പ്രാർത്ഥനയാണ്. മലയാളത്തിലെ കാലത്തെയും ഏറ്റവും സുന്ദരമായ നോവലുകൾ എൻ്റെ അഭിപ്രായമാണ്. വിയോജിപ്പുള്ളവർക്ക് രേഖപ്പെടുത്താം. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡസ്യയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്തെ KJ നളിനി എന്ന സുന്ദരിയായ സ്ത്രീ ഗർഭിണിയാണ്. അവർ എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ചത്തെ മാതൃഭൂമിയിലെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ട് അവർ പ്രാർത്ഥിച്ചത് അടുത്തയാഴ്ച ഖസാക്കിന്റെ ഇതിഹാസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നോടം വരെ എൻ്റെ പ്രസവം നീട്ടിവെക്കണേ ദൈവമേ എന്നാണ്. അപ്പോൾ അങ്ങനെ ചില പ്രാർത്ഥനയിലേക്ക് പോലും മനുഷ്യനെ എത്തിക്കുന്ന തരത്തിലേക്ക് സാഹിത്യത്തിനും കലയ്ക്കും മാറാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുകുമാർ അഴീക്കോട് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടത്, ഞാൻ ആദ്യമായി 6 വയസ്സുള്ളപ്പോൾ സമയത്താണ് ഞാൻ സുകുമാർ അഴീക്കോടിനെ കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്, എൻ്റെ നാടിൻ്റെ പേര് അണക്കര എന്നാണ്. ഞാൻ അന്ന് അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ല. അന്ന് അദ്ദേഹം അണക്കരയിൽ വന്ന് പ്രസംഗിച്ച് പ്രസംഗം നിർത്തി പോകാൻ നേരത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാം ഹൈ റേഞ്ചിൽ താമസിക്കുന്നവരാ, ഒരിക്കലും ലോ റേഞ്ചിലേക്ക് പോകരുതെന്ന്. ഞാൻ വിചാരിച്ചത് തൊടുപുഴയിൽ അങ്ങനെ വന്ന് താമസിക്കരുതെന്നാണ്, അല്ലെങ്കിൽ മുണ്ടക്കയത്തിന് പോകരുതെന്നാണെന്ന് അദ്ദേഹം പറഞ്ഞതെന്നാണ്. ആ വാക്കുകൾ കൊണ്ട് അദ്ദേഹം അമ്മാനമാടി നോക്കിയേ. ഹൈ റേഞ്ച്, ഉയർന്ന പ്രദേശം, ഒരിക്കലും ലോ ആവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് ഒരിക്കൽ പറഞ്ഞത്, സംസ്കാരം ഇപ്പം ശവത്തിന് പോയുള്ളൂ, ബാക്കിയൊന്നുമില്ല എന്ന്. ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം, അദ്ദേഹം ഒരിക്കലും ഒരു പ്രസംഗമധ്യേ പറഞ്ഞത് ബാലാമണിയമ്മ, മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭയായ കവയത്രി ബാലാമണിയമ്മയുടെ ഒരു കവിതയിൽ അദ്ദേഹം അവർ പറഞ്ഞ 2 വരി കവിത ഇപ്രകാരമാണ്. ഒരമ്മ അവർ തന്നെ തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുകയാണ്. മുലയൂട്ടുന്ന സമയത്ത് കണ്ണടച്ചിരുന്ന അമ്മ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ ശരീരത്തിലോ മനസ്സിലോ എവിടെയെങ്കിലുമുള്ള തിന്മയുടെ ഒരു തരി, ഒരു അല്പം പോലും അത് ഈ മുലപ്പാലിലൂടെ എൻ്റെ കുഞ്ഞിലേക്ക് എത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്ന ഒരമ്മ. അത് സംസ്കാരമാണ്. അത്തരത്തിലൊരു കുഞ്ഞ് വളർന്നു വരണമെന്നൊരമ്മ പ്രാർത്ഥിക്കുകയാണ്. ഒരമ്മ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്.
അതാണ് ഏറ്റവും മഹത്തരമായ പ്രാർത്ഥനകളിലൊന്ന്. ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമുക്കറിയാലോ, നമ്മളുടെയൊക്കെ ജീവിതം ഇപ്പോൾ മനുഷ്യൻ വീട് വെക്കും, തൊടുപുഴയിലും അങ്ങനെ തന്നെയാണ്. വീട് വെക്കുന്നതിന് മുമ്പ് ആദ്യം വെക്കുന്നത് മതിലാണ്. പവിത്രൻ തീക്കൂരിയുടെ ഒരു കവിതയിൽ, പ്രിയപ്പെട്ട ചങ്ങാതി, ഞാൻ ഒരിക്കലും നിന്റെ വീടിനെ കല്ലെറിഞ്ഞിട്ടില്ല, നിന്റെ ഭാര്യയെ കണ്ണിറുക്കി കാണിച്ചിട്ടില്ല, നിന്നോട് വാങ്ങിച്ച കാശ് ഞാൻ തരാതിരുന്നിട്ടില്ല, നിന്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ നായയെ തുറന്നു വിട്ടിട്ടില്ല. എന്നിട്ടും എന്തിനാണ് ചങ്ങാതി എന്റെയും നിന്റെയും ഈ വീടുകൾക്കിടയിൽ 10 അടി പൊക്കത്തിൽ ഒരു മതില് എന്ന് ചോദിച്ച പവിത്രൻ തീക്കൂരിയുടെ മതിൽ എന്നൊരു കവിതയുണ്ട്. അപ്പോൾ നമ്മൾ മതിലു കെട്ടുകയാണ്, മനസ്സിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം മതില് കെട്ടുകയാണ്. ജാതി തീർക്കുന്ന മതിലുകൾ, മതം തീർക്കുന്ന മതിലുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തീർക്കുന്ന മതിലുകൾക്കിടയിൽ ഈ മതിലുകളൊന്നും ഇല്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നത് സാംസ്കാരിക പ്രവർത്തകർക്കും സാംസ്കാരിക സംഘടനകൾക്കും മാത്രമാണ്. സാംസ്കാരിക സംഘടനയ്ക്ക് കൊടിയില്ല, കൊടിയുണ്ടെങ്കിലും അതിലേതെങ്കിലും ഒരാളിന്റെ നിറമുണ്ടാവില്ല. സാംസ്കാരിക സംഘടനകൾ അവർക്ക് എല്ലാവർക്കും ഒരണിയിൽ ഒരു പൂന്തോട്ടത്തിലേക്ക് കയറി ചെല്ലുന്നത് പോലെ സർവ്വ മനുഷ്യർക്കും ഹൃദയത്തോട് ഹൃദയം ചേർത്ത് ചെന്ന് കയറാവുന്ന ഒരിടത്തിന്റെ പേരാണ് സാംസ്കാരിക പ്രവർത്തനം, സാംസ്കാരിക സംഘടന എന്ന്. ശ്രീകണ്ഠൻ കാരിക്കകം എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട യുവ സുഹൃത്ത് ചെറുകഥാകൃത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. അദ്ദേഹത്തിന്റെ വീടിന്റെ തെക്കേ ഭാഗത്ത് അദ്ദേഹം എവിടെ നിന്നോ വാങ്ങിയ ഒരു മാവ് കൊണ്ടുവച്ചു. തൊട്ടടുത്ത് മതിലാണ്. ആ മതിലിന്റെ മുകളിലേക്ക് മാവ് വളർന്ന് 2-3 കമ്പ് അയൽവക്കംകാരുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞു, ഞാനിത് വെട്ടിക്കളയാം. അയൽവക്കംകാർ പറഞ്ഞു, വെട്ടണ്ട, അവിടെ നിൽക്കട്ടെ. അതങ്ങനെ വളർന്നു, കുറേയും കൂടെ വളർന്നു. അവരുടെ ജനലിൽ മുട്ടി, അവരുടെ മുറ്റത്തിന്റെ തണലായി ആ മാവ് പൂത്തു. മാവ് പൂത്തപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞു, അപ്പുറത്തേക്കുള്ള മാങ്ങയെല്ലാം നിങ്ങൾക്കും ഇപ്പുറത്തേക്കുള്ള മാങ്ങയെല്ലാം എനിക്കും. അങ്ങനെ ഇരിക്കുകയാണ് അവർ ഒരു പ്ലാവ് വായിടിച്ച് അപ്പുറത്തെ സൈഡിൽ വെക്കുന്നത്. ആ പ്ലാവും വളർന്നു, ഇപ്പുറത്തേക്ക് കുറേ കാലം കൊണ്ട് ആ പ്ലാവ് കായ്ച്ചു. ഇപ്പുറത്തേക്ക് ശ്രീകണ്ഠന്റെ മുറ്റത്തേക്ക് വളർന്ന ആ പ്ലാവിന്റെ കൊമ്പിലെ ചക്കയെല്ലാം ശ്രീകണ്ഠനും ശ്രീകണ്ഠന്റെ കുഞ്ഞുങ്ങളും കഴിച്ചു. ഇങ്ങനെ നമുക്ക് സംസ്കാര സമ്പന്നരാകാൻ കഴിയണ്ടേ? അങ്ങനെ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല മനുഷ്യരായി തീരുന്നത്. നല്ല മനുഷ്യരെയാണ് കൂടുതൽ ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ആ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയുടെ പേരാണ് സാംസ്കാരിക സംഘടന. അതിലെ തൊടുപുഴയിലെ, ഇടുക്കി ജില്ലയിലെ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ പേര് ഉപാസന എന്നുകൂടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും നന്നായിട്ട് സാംസ്കാരിക കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ജിൻസറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ വേദിയുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ PJ ജോസഫ് സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നേരത്തെ പ്രിൻസ് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ നാദോപാസനയുടെ അല്ലെങ്കിൽ ഉപാസനയുടെ റൂബി ജൂബിലി ആന്തം ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. I request Andrea Jos, Alfonsa K, Franklin, Gio, Shine, Anita Omanakuttan, Anthony and Edona to present the Ruby Jubilee Anthem. Ruby Jubilee
Thank you so much for such a wonderful musical treat. നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തിരിതെളിയിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ പി ജെ ജോസഫ് MLA അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സാംസ്കാരിക വിനിമയത്തിന്റെയും 4 പതിറ്റാണ്ടുകൾ നമ്മുടെ ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ഏവരും നിറഞ്ഞ കയ്യടികളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകാം. അധ്യക്ഷോധം അലങ്കരിക്കുന്ന പവൻ ഫാർ മാത്യു മഞ്ഞക്കുമ്മെ, ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ ജി ഫിലിപ്പ്,
മുനിസിപ്പൽ കൗൺസിലർ ശ്രീ ഗോപാലകൃഷ്ണൻ, പോസ്റ്റർ കച്ചേരിയ, റവറൻഡ് ഫാദർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ, റവറൻഡ് ഫാദേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച ഉപാസന നമ്മുടെ ഈ മേഖലയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർന്നു. മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും പരിപാടി നടത്തി ശ്രദ്ധേയമായി. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്നുകൂടാവുന്ന ഒരു കേന്ദ്രമായി ഇതിനെ വളർത്തി. ഈ അവസരത്തിൽ ഫാദർ ആൽബർട്ട് നമ്പ്യാവർമ്മലിനെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. എൻ്റെ സെക്രട്ടറിയായ ശ്രീ MU ജോണിനെയും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മുടങ്ങാതെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രശസ്തരായ ആളുകളെ ഇവിടെ ക്ഷണിച്ചു വരുത്തി വേദി ഒരുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. അങ്ങനെ ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ 40ാം വർഷം ആഘോഷിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബഹുമാനിക്കാം. ഇനിയും ഇത് തുടർന്ന് ഈ പ്രവർത്തനങ്ങളും നാദോപാസന പോലുള്ള കാര്യങ്ങൾ സംഗീത താല്പര്യമുള്ള എത്രയോ ഫാദേഴ്സ് ഇവിടെയുണ്ട്. അതുകൊണ്ട് പാട്ട് ഈണം പകരുന്നവർ, രചിക്കുന്നവർ, പാടുന്നവർ, അതൊരു വലിയൊരു കാര്യമാണ്. അതിനെല്ലാം വേദിയൊരുക്കുന്ന ഉപാസനയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ വരുന്ന ഇഷ്ടാദികൾ, വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കേൾക്കാൻ ധാരാളം നമുക്ക് കേൾവിക്കാരെ എന്ന ആവശ്യമുണ്ട്. പ്രാസംഗികരെക്കാളുപരി നല്ല പ്രസംഗം പറയുന്നവരും വേണം, നല്ല കേൾവിക്കാരെയും വേണം, പ്രതികരിക്കുന്നവരെ ആവശ്യം. നമ്മുടെ രാജ്യത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണോ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നുള്ളതിന് തർക്കങ്ങളുണ്ടാകാം. എങ്കിലും ജനാധിപത്യത്തിൽ കാര്യങ്ങൾ പറയുവാനും പ്രതികരിക്കാനും ഒക്കെ ഉള്ള അവസരം വേണം. ആ ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കണം. സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു കൂട്ടായ്മ എല്ലാ മേഖലയിലും ഉണ്ടാകണം. തൊഴിലുറയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ടാകണം. അവർ ഒത്തുചേർന്ന് ഈ നമ്മുടെ സമൂഹത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. അടുത്ത കാലത്ത് ചർച്ച ചെയ്തൊരു വിഷയം, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വെളിയിലേക്ക് പോകുന്നു, കേരളത്തിന് വെളിയിലേക്ക് പോകുന്നു. പല കാരണങ്ങളുണ്ടാകാം. 12ാം യൂണിവേഴ്സലൈസേഷൻ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നടപ്പാക്കി. 12ാം ക്ലാസ് വരെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അത് നമുക്ക് സമൂഹത്തിന് ആവശ്യമുള്ള രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വളർന്നിട്ടുണ്ടോ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കൂട്ടായ ആലോചന ആവശ്യമാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളെ നമുക്ക് ഒന്നിച്ചു ചേർത്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വേദിയായി കൂട്ടി ഇത് മാറട്ടെ. ഇനിയും പുതിയ ഉണർവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ സംസ്കാരത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇവിടെ വളരെ മനോഹരമായി ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു. ഇനിയും നമുക്ക് ഒരു പ്രദേശത്തിൻ്റെ വികസനം സാമ്പത്തികമായ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ മാത്രമല്ല, എല്ലാവരും ഒത്തുചേർന്ന് മുന്നോട്ട് പോകേണ്ടൊരു പശ്ചാത്തലം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള വേദി തുടർച്ചയായിട്ട് ഒരുക്കുവാൻ ഉപാസനയ്ക്ക് കഴിയട്ടെ. പുതിയ സെക്രട്ടറി ശ്രീ സാബു റീസും തീർച്ചയായിട്ടും കഴിവുള്ള ആളാണ്. ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കും. താങ്ക് യു സോ മച്ച് സർ. നമുക്ക് ഉപാസന എന്ന
പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് മായാതെ നിൽക്കുന്ന നിറഞ്ഞ ചിരിയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്. വേറെ ആരുമല്ല, ജോൺ സാറിൻ്റെ മുഖമാണ്. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന ജോൺ സാറിനെ ഇന്ന് ഈ നിമിഷത്തിൽ അനുസ്മരിക്കുന്നതിനായി റിട്ടയർഡ് ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ സാബു വർഗീസിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ സീമയുടെ പ്രൊവിൻഷ്യലായ റവറൻഡ് ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ, സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ ബഹുമാനായ PJ ജോസഫ് സാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാൻ്റെ സുഹൃത്തുക്കളെ, MV ജോൺ സാർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഉപാസകർക്കും. ഉപാസനയുടെ വളർച്ചയ്ക്ക് വേണ്ടി 39 വർഷക്കാലം ഏറെ ആത്മാർത്ഥമായി പ്രയത്നിച്ചു എന്ന് മാത്രമല്ല, സ്വന്തം കുടുംബകാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ജോൺ സാറ് പറഞ്ഞിരുന്നത്, പ്രവർത്തിച്ചിരുന്നതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം 9ഓളം പുസ്തകങ്ങൾ എഴുതി. ഈ പുസ്തകങ്ങൾ കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ പ്രകാശനം ചെയ്തു, പ്രസിദ്ധീകരിച്ചു. ഇതിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ച തികഞ്ഞ കർമ്മയോഗിയായിരുന്നു ജോൺ സാർ. ജോൺ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉപാസന ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ജോൺ സാറിൻ്റെ കുടുംബാംഗങ്ങൾ ഏറെ ബഹുമാനപ്പെട്ട പ്രൊഫസർ ബിനിയമ്മ ടീച്ചർ, അതുപോലെ തന്നെ ജോൺ സാറിൻ്റെ മോള് ലിസ്ബൽ, ജോൺ സാറിൻ്റെ കുടുംബാംഗങ്ങൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപാസനയുമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തുന്ന കുടുംബമാണ് ജോൺ സാറിൻ്റേത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും എന്നും ജോൺ സാറിൻ്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ജോൺ സാറിൻ്റെ ഇവിടെ വരുന്ന ഏതൊരാളുടെ മനസ്സിലും ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മളുടെ മനസ്സിൽ മായാതെ മറയാതെ നിൽക്കുന്ന രൂപമാണ് ജോൺ സാറിൻ്റേത്. അപ്പോൾ ജോൺ സാറിനോടുള്ള ആദരവ് സമർപ്പിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനായ നമ്മുടെ MLA PJ ജോസഫ് സാർ, നമ്മുടെ രക്ഷാധികാരി കൂടിയായ, അതുപോലെ ജോൺ സാറുമായി എന്നും ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബിനിയാമ്മ ടീച്ചറെയും ലിസ്ബൽ മോളെയും കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുന്നു. In profound recognition of nearly 4 decades of exemplary devotion to the Upasana Cultural Center since 1986, a man of sterling integrity, profound vision and extraordinary charisma, Dr. John Multed was the architect of our many milestones. Upasana remains deeply indebted to the incomparable vision and tireless commitment he rendered toward development and growth of this institution. As we celebrate our Ruby Jubilee, we bow in gratitude before the memory of this noble soul, whose legacy is forever etched into the foundation of Upasana. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഉപാസന സാംസ്കാരിക വേദിയുടെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വേർപെട്ടുപോയ ഡോക്ടർ MV ജോൺ സാറിന് ഇങ്ങനെയൊരു ഉപഹാരം തരുന്നതിന് മുൻകൈയെടുത്ത CMI സഭയെയും ഇതിൻ്റെ സംഘാടകരെയും മറ്റെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉപഹാരം
പി ജെ ജോസഫ് സാറിൻ്റെ കൈകളിൽ നിന്ന് വാങ്ങുമ്പോൾ തികച്ചും അഭിമാനവും തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം ബഹുമാന്യനായ പ്രിയങ്കരനായ തൊടുപുഴയുടെ MLAയും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബത്തിൽ വരികയും ഞങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്ത മഹത് വ്യക്തിയാണ്. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച് ഇതിനു വേണ്ടി മുൻകൈയെടുത്ത ഇതിൻ്റെ പ്രൊവിൻഷ്യൽ മാത്യു മഞ്ഞക്കുന്നേലച്ഛനും അതുപോലെ തന്നെ മുൻ ഡയറക്ടറായ ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം ഒരു കുടുംബാംഗത്തെ പോലെ പ്രവർത്തിച്ച ജെയിംസ് മർത്തിക്കണ്ടത്തലച്ഛനും കുര്യനച്ഛനും അതുപോലെ ഇപ്പോഴത്തെ ഡയറക്ടറായ പ്രിൻസ് പരത്തനാലച്ഛനും റോയി അച്ഛനും ഉരുളിയാനിക്കലച്ഛനും ജെയ്സ് അച്ഛനും എല്ലാവർക്കും ഈ സഭയുടെ എല്ലാ വൈദികർക്കും പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വിയോഗം അറിഞ്ഞ നിമിഷം മുതൽ ഒരു കുടുംബാംഗം അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായും ചിട്ടയായും ഞങ്ങളൊന്നും അറിയാത്ത വിധത്തിൽ ക്രമീകരിച്ച് ഇന്ന് വരെ എല്ലാത്തിലും മുൻകൈയെടുത്ത് വീട്ടിലും അതുപോലെ തന്നെ പള്ളിയിലും എല്ലാം എല്ലാ കർമ്മങ്ങളും നടത്തി അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് പ്രത്യേകം ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഉപാസനയുടെ സഹൃദയ സദസ്സിലെ അംഗങ്ങളും ഉപാസനയിലെ തന്നെ ഒത്തിരി നല്ലവരായ മനുഷ്യരുമെല്ലാം വീട്ടിൽ വരികയും അനുശോചനം അറിയിപ്പിക്കുകയും എല്ലാം ചെയ്തു. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനെല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിളിലെ താലന്തുകളുടെ ഉപമയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. യജമാനൻ ദൂരയാത്രയ്ക്ക് പോയപ്പോൾ ഭൃത്യന്മാരെ വിളിച്ച് താലന്തുകൾ നൽകി 5ഉം 2ഉം 1 വീതം കൊടുത്തു. 5 കിട്ടിയാൻ 5 കൂടി സമ്പാദിച്ചു. യജമാനൻ തിരിച്ചു വന്നപ്പോൾ സന്തോഷത്താൽ യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കും. നീ എൻ്റെ കൂടെ നിത്യതയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന്. അതുപോലെ ദൈവം അദ്ദേഹത്തെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോയതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഇനിയും നിങ്ങളിൽ നിന്ന് പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളും എല്ലാം പ്രതീക്ഷിക്കുന്നു. വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളായ ഉച്ചേഴ്സ് ടീച്ചർ, സാബു സാറ്, എല്ലാവരെയും പ്രത്യേകം, അതുപോലെ ജിജി സാറ്, അങ്ങനെയുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അഭിവന്യ പിതാവിനും പ്രത്യേകിച്ച് ജോർജ് മെത്രാനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് മാം. ഇന്ന് നമ്മുടെ ഈ വേദി അറിവിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒരു വിരുന്നു കൂടിയാണ്. റൂബി ജൂബിലി സന്ദേശം നൽകുന്നതിന് ഫാദർ ബിജു വെട്ടുകലിൽ CMI പ്രൊവിൻഷ്യൽ കൗൺസിലറെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്മരണിക പ്രകാശനവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. I request Father Biju Vettugalil CMI Provincial Councillor kindly come forward, and I also request our MLA Sri P.J. Joseph sir, യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ, ആദരണീയനായ MLA P.J. ജോസഫ് സാർ,
വേദിയിലായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ ഉപാസകരെ, വലിയ അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണിന്ന്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലഘട്ടമായിട്ട് തൊടുപുഴ നഗരത്തിൻ്റെ സാംസ്കാരിക മുഖമായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ ഉപാസന നമ്മുടെ ഈ നാടിന് തന്നെ അഭിമാനമാണ്. ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഒരുമിച്ച് കൂടി ഇവിടെ ആയിരിക്കുക. ബഹുമാനപ്പെട്ട നമ്മുടെ MLA, പ്രിയങ്കരനായ MLA, രക്ഷാധികാരിയായിട്ട് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള സ്പേസ് തൊടുപുഴയുടെ വളർച്ചയ്ക്ക് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി ഇതിനെല്ലാവിധ പിന്തുണയും നൽകിയ ഒരു രാഷ്ട്രസ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഇതിൻ്റെ വളർച്ചയിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ CMI അച്ഛന്മാർ, ഇവിടെ പലരും, ഇവിടെ വേദിയിലിരിക്കുന്നവരും ഇതിനു മുൻപിൽ പ്രവർത്തിച്ചവരെല്ലാം ഉണ്ടെങ്കിലും ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു മന്ത്രി എന്ന നിലയിൽ, MLA എന്ന രീതിയിൽ, ഒരു രാഷ്ട്രസ്നേഹി എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട PG ജോസഫ് നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദിയോട് ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ ആശംസ നേരുവാൻ ആഗ്രഹിക്കുകയാണ്. ചാവറേച്ചൻ്റെ സാംസ്കാരിക ദർശനം ഉൾക്കൊണ്ട് CMI സഭയുടെ പ്രിയമുള്ള അച്ഛന്മാർ ആരംഭിച്ച ഈ സാംസ്കാരിക കേന്ദ്രം ഒത്തിരിയേറെ മേഖലകളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി ഉപാസനയും നാദോപാസനയും തുടങ്ങി ഒത്തിരിയേറെ വേദികളിലൂടെ ഇന്ന് കുടുംബവേദി വരെ എത്തി നിൽക്കുന്ന വലിയ സാന്നിധ്യമാണ് നമ്മുടെ സാംസ്കാരിക കേന്ദ്രം. ഇനി ഒത്തിരിയേറെ ഉയരങ്ങളിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം മുന്നേറട്ടെ. കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, യുവജനങ്ങൾക്ക്, മുതിർന്നവർക്കും, പ്രത്യേകിച്ച് റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം വ്യത്യസ്തമായിട്ട് വേദികൾ ഒരുക്കുന്ന ഈ സാംസ്കാരിക കേന്ദ്രം ഒത്തിരിയേറെ ഇനിയും മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ഇതിന് ഇപ്പോൾ നേതൃത്വം കൊണ്ടിരിക്കുന്ന പ്രിൻസ് അച്ഛനും ഇതിൻ്റെ മാനേജറായ കുര്യനച്ഛനും മറ്റെല്ലാവർക്കും, അച്ഛന്മാർക്കും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി റൂബി ജൂബിലിയിലൂടെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്മരണിക പ്രകാശനം ശ്രീ PJ ജോസഫ് MLA അവർക്ക് കൈമാറിക്കൊണ്ട് നടത്തപ്പെടുകയാണ്. നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനും വേണ്ടി നമ്മുടെ ബഹുമാന്യനായ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ K. ഗോപാലകൃഷ്ണൻ സർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തൊടുപുഴയുടെ വികസന നായകൻ ജോസഫ് സാർ, അതുപോലെ തന്നെ ഈ ഉപാസനയുടെ റൂബി ജൂബിലി ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെ, തൊടുപുഴയുടെ അഭ്യുദയാകാംക്ഷികളായ സഹോദരി സഹോദരന്മാരെ, ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മുമ്പേ ഇവിടെ പ്രസംഗിച്ച എല്ലാവരും തന്നെ പറഞ്ഞു, തൊടുപുഴയുടെ വികസനം ജോസഫ് സാറിൻ്റെ കൈകളിലൂടെ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, തൊടുപുഴയുടെ സംസ്കാര ശൈലി അത് ഉപാസനയിലൂടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉപാസനയുടെ ഈ റൂബി ജൂബിലി ആഘോഷവേളയിൽ പങ്കെടുക്കാനും ഇതിലെത്തിച്ചേരാനും എന്നെ ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ അണിയറ ശില്പികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഉപാസനയുടെ വരും നാടുകളിൽ ഉപാസനയിലൂടെ കൂടുതൽ സാംസ്കാരിക ശൈലി എല്ലാവരിലും എത്തട്ടെ. തൊടുപുഴയിൽ മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക വേദിയായി ഉപാസന മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ആഘോഷവേളയിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി കാവ്യ കഥാവേദിയുടെ കവിതാ പുസ്തക പ്രകാശനമാണ്. ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ CMI മുഖ്യ പ്രഭാഷകനായ ശ്രീ ജിജി ഫിലിപ്പിന് നൽകിക്കൊണ്ട് ഇത് നിർവഹിക്കുകയാണ്.
നല്ലൊരു കയ്യടി കൊടുക്കാം. ശ്രീമതി രമ പി നായരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കാവ്യകഥാവേദിയുടെ ഏറെ നാളത്തെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ വേദിയിൽ തന്നെ അത് പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എല്ലാവരുടെയും പോലെ തന്നെ ഉപാസനയുടെയും ഒരു അഭിമാനമായി കരുതിക്കൊണ്ട് ഈ വേദിയിൽ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു മാഡം. കവിതാ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി KR സോമരാജൻ അവർകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ്, എല്ലാവർക്കും അറിയാം. അനന്യം എന്നു മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മയിൽ തൊടുപുഴയിലെ 31 കവിതകളുടെ ഒരു കാവ്യസമാഹാരമാണ് അക്ഷരപ്പന്തൽ. എത്രമാത്രം ഉപാസന എന്ന് പറയുന്ന ഈ മഹാവൃക്ഷം മലയാളത്തിലെ എഴുത്തുകാരെ ഇത്രമേൽ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് ഈ വേദി എന്ന് എല്ലാവർക്കും അറിയാം. 1992 എൻ്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്ത് ഇതേ വേദിയിലാണ്. ഇവിടെ ജിജി സാർ പറഞ്ഞതുപോലെ ആ ഘനഗംഭീരമായ സാഗര ഗർജനത്തിൻ്റെ ഉടമയായ സാക്ഷാൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് മാഷായിരുന്നു അന്ന് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അങ്ങനെ 15ഓളം പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞു. അത് ഉപാസന നൽകിയ വലിയ പിന്തുണയാണ്. ഇവിടെ ഒരു പുസ്തക മേള, അതായത് പുസ്തകങ്ങളുടെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. ഒരൊറ്റ അഭ്യർത്ഥന നിങ്ങളോടുള്ളൂ, നിങ്ങൾ പോകുമ്പോൾ ഒരു പുസ്തകമെങ്കിലും വാങ്ങിക്കൊണ്ട് പോവുക. കാരണം ഈ കവികൾ അവരുടെ കവിതകളിലൂടെ സൃഷ്ടിച്ച ഒരു ഭാഷ മലയാളത്തിലെ ഏറ്റവും സമാനതകളില്ലാത്തൊരു ഭാഷയാണ്. അവർക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഞങ്ങളെയൊക്കെ വളരെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തുന്ന ഈ ഉപാസനയ്ക്ക് എന്നും ഒരു വലിയ നന്ദിയും സ്നേഹവും പറയുന്നു. ഇതിന് തുടക്കക്കാരനായ ആൽബർട്ട് അച്ഛൻ്റെ ഒരു അദൃശ്യമായ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ കവിതാ പുസ്തകത്തിൽ കവിതകൾ സംഭാവന ചെയ്തിട്ടുള്ള എല്ലാ കവികളെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട PJ സാറിൽ നിന്ന് ഓരോ കോപ്പി നിങ്ങൾക്ക് ഇപ്പോൾ സ്വീകരിക്കാം. പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കടന്നു വരിക. അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഫാദർ ജെയിംസ് മടത്തിക്കണ്ടൽ CMI എത്തിച്ചേർന്നിട്ടുണ്ട്. ഫാദറിനെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1987 ഇവിടെ ഉപാസന ഡയറക്ടറായിട്ട് വരുമ്പോൾ അന്ന് ജനറൽ ബോഡി മീറ്റിംഗ് കൂടി സെലക്ഷൻ അഥവാ തിരഞ്ഞെടുത്തതാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജോൺ ഉഴുത്തേറ്റ്. അദ്ദേഹമായിരുന്നു സെക്രട്ടറി. അടുത്ത കാലത്ത് അകാല ചരമം പ്രാപിച്ച ജോൺ സാറിനെ ഒരു നിമിഷ നേരം പ്രാർത്ഥനയോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. CMI സഭ എക്കാലവും വേറിട്ട ഓരോ പദ്ധതിക്ക് തയ്യാറാകുന്നതാണ്. സാംസ്കാരികം മാത്രമല്ല, വിദ്യാഭ്യാസം, ആത്മീയം തുടങ്ങിയ നിരവധിയായിട്ടുള്ള മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന്
താല്പര്യപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി സ്വഭാവമുള്ള സഭയാണ് CMI സഭ. 1829-30കളിൽ അന്നത്തെ 3 പിതാക്കന്മാർക്ക് ബഹുമാനപ്പെട്ട തോമസ് പാലക്കലച്ചൻ, തോമസ് പോരൂക്കരച്ചൻ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ചൻ, അവരോടൊപ്പം ഒരു കണിയാന്ത്ര യാക്കോബ് സഹോദരൻ, ഇത്രയും പേരുടെ ഒരു ആലോചനയാണ് കേരളത്തിൽ അഥവാ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഏകദേശീയ സന്യാസ സമൂഹത്തെ രൂപപ്പെടുത്താൻ സാധിച്ചത്. അതിന് അനുവാദം കിട്ടിയപ്പോൾ ഏറെ താല്പര്യത്തോടുകൂടി അവർ സ്ഥലം അന്വേഷിച്ചു. വളരെയേറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ച് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പുല്ലരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സ്ഥലം കണ്ടു, സമ്മതിച്ചു. ചാവറ പിതാവ് അത് വളരെ താല്പര്യപൂർവ്വം മനസ്സിൽ കണ്ടുകൊണ്ട് തിരിച്ചു വന്ന് വേണ്ട അനുവാദത്തിനൊക്കെ പരിശ്രമിച്ചപ്പോൾ ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഭഗവതിക്ക് അത് പ്രീതികരമായിരിക്കുകയില്ല എന്നുള്ള സന്ദേശം എന്നുള്ള ആശയം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ സംസാരം ഉണ്ടായതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഒസ്നാരുമേത്ര മുസ്ലിം സഹോദരൻ, അതുപോലെ തന്നെ വേറെയും പല ഹൈന്ദവത്തിൽപ്പെട്ടവർ, പ്രിയപ്പെട്ട ആനന്ദ് ബോസ് സാറിൻ്റെ മുത്തച്ഛൻ, ഇങ്ങനെ കുറേ പേരുടെ സഹനത്തോടെ ഒത്തുതീർപ്പിനായിട്ട് പരിശ്രമിക്കുകയാണ്. പക്ഷേ ചാവറ പിതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, മറ്റുള്ളവർക്ക് അനിഷ്ടം വരുത്തിയിട്ട് നമുക്കൊരു പൊതുപ്രവർത്തനം അഥവാ നമ്മുടെ ആശ്രമത്തിന് സ്ഥലം വാങ്ങണ്ട. ആശ്രമത്തിന് കൊടുത്ത പേര് ബേസ്രവുമാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിട്ടാണ് പിന്നെ മാനാനത്ത് ഓണൻ കണ്ണം മല എന്ന് പറയുന്ന ഇപ്പോഴത്തെ മാനാനം കൊന്നു വാങ്ങിയത്. ഈ ചരിത്രം തുടങ്ങുന്നത് ഇപ്രകാരമുള്ള ഒരു മത ഐക്യബോധത്തോടു കൂടിയിട്ടാണ്, എല്ലാവരെയും ഒന്നിച്ചു ചേർക്കാനും കൂടെ ഇരുത്താനും വേണ്ടിയിട്ടുള്ള മനസ്സോടു കൂടിയാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണുന്നത് സഭ സാമൂഹിക രംഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് അഥവാ സോഷ്യോ കൾച്ചറൽ രംഗത്തോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് 1971 വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ സെന്റിനറിക്ക് അന്നത്തെ ജനറലായിരുന്ന ബഹുമാനപ്പെട്ട കന്യൂസച്ചൻ, ഇപ്പോഴത്തെ ദൈവദാസൻ, അദ്ദേഹം എടുത്ത തീരുമാനമാണ് ഒരു പൊതു രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു പദ്ധതി ഉണ്ടാകണം. കാരിക്കാമൂരി എറണാകുളത്തുള്ള കവികളെയും സാഹിത്യകാരന്മാരെയും പ്രഗത്ഭരായ വ്യക്തികളെല്ലാം വിളിച്ചുകൂട്ടി അന്ന് നടത്തിയ സമ്മേളനത്തിൽ ജനമനസ്സറിയാൻ വേണ്ടി ചോദിച്ചു, എന്താണ് അന്നത്തെ ചാവറ പിതാവിൻ്റെ 100 വർഷമാണ് മരിച്ചിട്ട്, അതിൻ്റെ ഓർമ്മയ്ക്കായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു ആലോചനയ്ക്കാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് വന്ന ഒരു ആശയമാണ് എറണാകുളത്ത് കാരിക്കാമൂരിയിൽ ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് പൊതുവേദിക്ക് താല്പര്യമെടുക്കണം. അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രൊഫസർ MK സാനു. പിന്നീട് ആ പ്രദേശത്ത് ധാരാളം ആളുകളുണ്ടായിരുന്നു, എല്ലാവരുടെയും പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ അവിടെ 1971 ആരംഭിച്ച കൾച്ചർ സെൻറ്റർ, ചാവറ കൾച്ചർ സെൻറ്റർ. പിന്നീട് നമ്മൾ തൊടുപുഴയിലേക്ക് വരികയാണ്. തൊടുപുഴയിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത നോക്കുകയാണ്, ഇതൊക്കെ ചരിത്രം കിടക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാണുന്നത്. 1985 ഉപാസന ജനുവരി 26-ാം തീയതി ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ജ്യോതിസുപ്രഭ സാറിൻ്റെ അങ്ങേ വിങ്ങിൻ്റെ തറയിൽ ആരംഭിച്ചാണ്. PGO സാറൊക്കെ കൊണ്ടെന്ന് അറിയാം എല്ലാ കാര്യങ്ങളും. നമ്മുടെ വളരെ ചുരുക്കം പേര് മാത്രമേ ചിലപ്പോൾ ഇന്ന് ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും അവിടെ ആരംഭിച്ച ആ ഉപാസന ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ആരംഭിക്കാനുള്ള ആശയം വന്നത് തന്നെ വാഴക്കുളം ഗോവിന്ദയുടെ പ്രിയരായിരുന്ന ബഹുമാനപ്പെട്ട യോവാക്കിം പുഴക്കരി അച്ഛൻ, അതുപോലെ തേവര കോളേജിൽ അധ്യാപകനായിരുന്ന ബഹുമാനപ്പെട്ട വിൻസെന്റ് ചെറുവമ്പിൽ അച്ഛൻ, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആലോചനയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അവരാലോചിച്ചപ്പോൾ നമുക്കൊരു സാംസ്കാരിക കേന്ദ്രം ഇവിടെ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ പ്ലാനിട്ടതാണിത്. അപ്പോൾ ആൽബർട്ട് അച്ഛൻ അവിടെ രാജകരിയിൽ കൗൺസിലറാണ്. അദ്ദേഹത്തെ ഈ കാര്യം അറിയിച്ച് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ആലോചിച്ച് തുടങ്ങിയ ഈ ഉപാസന കൾച്ചർ സെൻറ്ററിൻ്റെ നാനാവിധമായ പ്രവർത്തനങ്ങൾക്ക് ആരംഭം മുതലേ ഒരു താങ്ങും തണലും അഥവാ പേട്രൺ ആയിരുന്നുകൊണ്ട് ഇന്ന് വരെ വളർത്തിയ വ്യക്തിയാണ് പ്രിയപ്പെട്ട MLA PJ ജോസ് സാർ. 2 പേട്രൺസ് ഉണ്ടായിരുന്നു. ഒന്ന് ശ്രീ PK കൃഷ്ണൻ നായർ, രണ്ടാമത്തത് പ്രിയപ്പെട്ട ജോസഫ് സാർ. തുടർന്ന് ധാരാളം ആളുകൾ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളാക്കി മെമ്പർഷിപ്പൊക്കെ എടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു പോകുന്ന ഈ ഉപാസന 40 വർഷം ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഉപാസന ഈ കേരളത്തിൽ ഈ ചാവറ കൾച്ചറിൻ്റെ ആ തണൽ പിടിച്ചിട്ട് ഇവിടെ തൊടുപുഴയിൽ വളർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് നാനാവിധമായുള്ള കാര്യങ്ങളിലാണ്. വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് വെളിയിലുള്ള ഒരു വിദ്യാഭ്യാസം, അതായത് മറ്റുള്ളവർക്കൊന്നും സാധാരണ സാധിക്കാത്തത്. അങ്ങനെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് തൊടുപുഴ ഉപാസനയിലാണ്. നിരവധി കാര്യങ്ങൾ അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് സാംസ്കാരികപരമായിട്ടതല്ല. ഇതിനും പുറമേ നമുക്ക് കാണാൻ സാധിക്കും മതസൗഹാർദ്ദപരമായിട്ടുള്ള വലിയൊരു റാലി ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ നിന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ അഥവാ നടത്തിക്കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട കാലം ചെയ്ത ജോൺ സാറാണ് അത് അനൗൺസ് ചെയ്ത് കൊണ്ടുപോയത്. സൈലൻ്റ് ആയിട്ടുള്ള റാലി. ഇപ്പോൾ സാംസ്കാരികമായും സാമൂഹികമായിട്ടുള്ള രംഗങ്ങളിൽ ഉപാസന ഇന്ന് വരെയും ജനഹൃദയങ്ങളിലേക്ക് പതിപ്പിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ മുഖമുദ്ര തന്നെ ആരെയും മാറ്റി നിർത്തുന്നില്ല, ആരെയും അകറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ഈ ഉപാസനയിൽ അനവധി പ്രാവശ്യം PG സാർ MLA PG സാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. +2 കൂട്ടിയുള്ള ആലോചനകളെല്ലാം നടത്തി ഇവിടെ വെച്ചാൽ സാർ ഓർക്കുന്നുണ്ടായിരിക്കും. വലിയ സ്റ്റഡീഡ് മെറ്റീരിയൽസ് കൊണ്ടൊന്നും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ വിങ്ങിലാണ് ആരംഭിക്കുന്നത്. അതുപോലെ തൊടുപുഴയുടെ വികസനത്തിൽ ഇവിടുത്തെ റോഡുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ,
വേറെ ഒത്തിരി കാര്യങ്ങളിലുള്ള വികസന പദ്ധതികൾ ഇനി ലാസ്റ്റ് കണ്ടത് ഞാൻ ഒന്നായിട്ട് ഓർക്കുന്നു. സാർ വിളിക്കും, ഒരു മീറ്റിംഗ് കൊണ്ട് ഹോളൊക്കെ ഒന്ന് ശരിയാക്കി തരാമോ? അത് വളരെ സന്തോഷത്തോടു കൂടി അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ജോസ് സാർ വളരെ താല്പര്യപൂർവ്വം ഏറ്റെടുത്ത് നടത്താറുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ്, കൊട്ടാരക്കര കിടന്ന എഞ്ചിനീയറിംഗ് കോളേജിന് ജോസ് സാർ ഈ തൊടുപുഴയെ കൊണ്ടുവരുന്ന കുറേ പല കൊച്ചു ടീച്ചറിന് അറിയാവും. സാറൊക്കെ കൊച്ചു ടീച്ചറൊക്കെ ഇവിടെ നിന്ന് വളരെ ആക്റ്റീവാണ്. ഇവിടെ കൊണ്ടുവരാനുള്ള ബന്ധപ്പാണ്. അങ്ങനെ ഇവിടെ നടന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഉപാസനയ്ക്ക് മാത്രമേ അതിന് ഉത്തരം പറയാൻ കണ്ടുള്ളൂ. ഉപാസന പറഞ്ഞു, നന്മയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതാണ് ഉപാസന. ആരെയും ചെറുതാക്കുന്നില്ല, ആരെയും മാറ്റി നിർത്തുന്നില്ല, ആരുടെയും അടിമയല്ല. അതുകൊണ്ട് നന്മ പ്രവൃത്തികൾ കൊണ്ടിരുന്നത് ഏതും ചെയ്യാൻ നമുക്ക് സഹകരിക്കാം. അവിടെ കുറേ പ്രഗത്ഭരായ ആളുകളെല്ലാം സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് അന്നത്തെ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് TS ചാക്കോ സാറും പി എസ് കൃഷ്ണയ്യർ തുടങ്ങിയിട്ടുള്ള വലിയൊരു 7 പേരുടെ കമ്മിറ്റിയാണ് പുളിമുട്ടി പ്ലാസയിൽ ഇതാരംഭിക്കുന്നത്. ജോസ് സാർ എന്ന മന്ത്രിയാണ്. ജോസ് സാർ വന്ന് അത് നടന്നു. അപ്പോൾ ഞാനിത് പറയുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഒരു മികച്ച നിലവാരം തൊടുപുഴയ്ക്കുണ്ടായത് ഉപാസനയുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അതുപോലെ ലോ കോളേജിൻ്റെയും ചർച്ചകളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ ചർച്ചാവേദിയും വളർച്ചാവേദിയും നന്മയുടേതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുള്ളതിനെ ഞാൻ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. അതുപോലെ വീണ്ടും നമ്മുടെയൊക്കെ സഹകരണത്തിൽ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഈ ഉപാസനയിലേക്ക് ആളുകൾ കടന്നു വരുന്നത് അവിടെ ഉപാസകത്വം ശക്തമായതുകൊണ്ടാണ്. ആർക്കൊരു മടിയില്ല അവിടെ കയറി വരാൻ. എത്ര വിഷമിച്ച സാഹചര്യങ്ങളാണെങ്കിൽ പോലും വരും. അങ്ങനെയുള്ള ഉപാസന, നാദോപാസന ഇതെല്ലാം ജനഹൃദയങ്ങളിലേക്ക് സമൃദ്ധമായിട്ടുള്ള ധാരാളമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇന്നത്തെ തൊടുപുഴയാക്കി 1985 വരെയുള്ളതും ഇന്ന് വരെയുള്ള ചരിത്രം എടുക്കുമ്പോൾ ഇതിൻ്റെ മുഖമുദ്രയ്ക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇവിടുത്തെ സഹൃദയരായിട്ടുള്ള ഉപാസകരായിട്ടുള്ള നല്ല മനുഷ്യരുടെ സഹകരണവും ഉപാസനയിലുള്ള കൂട്ടായ്മയാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഓരോ ഉപാസകനെയും വളരെ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ടും ഈ ഉപാസനയ്ക്ക് റൂബി ജൂബിലിക്ക് ഞാൻ സ്നേഹപൂർവ്വമായ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫാദർ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി പ്രൊഫസർ കൊച്ചു ത്രേസ്യ തോമസിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മാത്യു മഞ്ഞാങ്കലച്ചൻ, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ PJ ജോസഫ് സാർ, പ്രിൻസ് അച്ഛൻ, ബാക്കി അതിവിശിഷ്ട വ്യക്തികളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് തൊടുപുഴക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. 85 കോളേജിൽ വന്ന ആൽബർട്ട് അച്ഛൻ എന്നോട് ഇവിടെ ഉപാസന തുടങ്ങുമ്പോൾ പ്രസംഗിക്കാൻ ആശംസ അറിയിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പം അന്ന് അവിടെ പല സാറന്മാരും ഒരു കമൻറ്റ് പറഞ്ഞു, പിന്നെ ഇതൊക്കെ ഇവിടെ അങ്ങ് നിൽക്കാൻ പോകണുണ്ടോ, കൂടി വന്നാൽ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം, അത് കഴിഞ്ഞ് ഇത് അടിച്ച് പിരിഞ്ഞു പോകും എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് 40 വർഷം പൂർത്തിയാക്കി അഹങ്കാരത്തോടെ തന്നെ തൊടുപുഴക്കാർ ഈ ഉപാസന ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് വളവും വെള്ളവും ഒക്കെ കൊടുത്തത് CMI അച്ഛന്മാരാണ്. പക്ഷേ തൊടുപുഴക്കാരുടെ ആ സഹൃദയത്വം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ വളരുകയില്ല. അപ്പോൾ തൊടുപുഴയുടെ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് എത്ര വലുതാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് തൊടുപുഴയുടെ സ്വകാര്യ അഹങ്കാരമാണ്. എല്ലാ ദൈവാനുഗ്രഹവും നമുക്കുണ്ടാകട്ടെ. തുടർന്നും ഇതിന് ഈ രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next we have a musical treat by our orchestra team: Albichan, Jess Matthews, Jeff Luca, Joswin, Ritik, Ajit, Anandu, Sachin, Alain and Tumi. No
ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ മാത്രമല്ല, ഇനി അങ്ങോട്ടും ഈ കൂട്ടായ്മ ഒരു ആവേശമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നന്ദി പ്രകാശനത്തിലേക്ക് കടക്കാം. ഔപചാരികമായി നന്ദി അർപ്പിക്കുന്നതിന് ഐ ഇൻവൈറ്റ് ഡോക്ടർ സാബു വർഗീസ്